നിങ്ങൾ TVS Ronin വാങ്ങാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളാണോ? അല്ലെന്നുണ്ടെങ്കിൽ റോണിനെ പറ്റിയിട്ട് പൊതുവെ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണാതെ പോകരുത്. ഹായ്, എൻ്റെ പേര് നിജിൻ. ഞാൻ ഈ പറയാൻ പോകുന്നത് 3 മാസവും 5300 കിലോമീറ്ററും TVS Ronin ഉപയോഗിച്ചതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്. സോ വെൽക്കം ടു വണ്ടി മലയാളം. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. കൂടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് അതും കൂടെ ഒന്ന് ചെയ്തേക്കുക. ഒരു വണ്ടിയുടെ യൂസറെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചോദിക്കാൻ തോന്നുന്നൊരു ചോദ്യമുണ്ട്, അതിനെന്തോരം മൈലേജ് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഞാനും ആദ്യം മൈലേജിൽ നിന്ന് തന്നെ തുടങ്ങാം. അത്യാവശ്യം കൈ കൊടുത്ത് അഗ്രസീവായിട്ട് ഓടിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 35 മുതൽ 36 km/ലിറ്റർ വരെയാണ്. അല്ലാതെ പില്ലണെ വെച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു 38 മുതൽ 42 വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയും വളരെ പതുക്കെ ഒരു മയത്തിലൊക്കെ നമ്മളിതിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 40 മുതൽ 45 മൈലേജ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ TVS Ronin ഞാൻ 100% ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ്. അടുത്തതാണ് കംഫർട്ട് അഥവാ യാത്രാസുഖം. എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ബ്രോ, റോണിൻ്റെ കംഫർട്ട് എങ്ങനെയുണ്ട്? പില്ലണയൊക്കെ വെച്ചുകൊണ്ട് വണ്ടിയിൽ പോകാൻ സാധിക്കുമോ? അതുപോലെ തന്നെ ഫാമിലി യൂസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ് റോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഡെയിലി കമ്മ്യൂട്ട്സ് ആണെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽസ് ആണെങ്കിലും റൈഡർക്കും പില്ലണും ഒരേപോലെ ഈ ഒരു വാഹനത്തിൽ കംഫർട്ടബിളായിട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. ബാക്കിന് അധികം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫാമിലി യൂസിന് പറ്റിയ ഒരു നല്ല ബൈക്ക് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് TVS Ronin. സീറ്റിൻ്റെ ആ ഒരു വിഡ്ത്തും കുഷനിങ്ങും ഒക്കെ തന്നെ നോക്കുമ്പോഴും നല്ല ഒരു കംഫർട്ട് സൈഡിലേക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റൈഡിംഗ് കംഫർട്ടിനെ പറ്റി പറയുമ്പം സീറ്റ് മാത്രമല്ല, സസ്പെൻഷനും സീറ്റിംഗ് പൊസിഷനും അതിൽ ഭാഗമാണ്. പക്ഷേ സസ്പെൻഷനെ പറ്റിയിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് ഞാൻ മുന്നിലേക്ക് പോകുന്ന സെഗ്മെൻറ്റിലേക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സീറ്റിംഗ് പോസ്ചർ നോക്കാം. വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നത്. ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും നമുക്കൊരു സ്ട്രെസ്സോ സ്ട്രെയിനോ പെയിനോ ഒന്നും തന്നെ വാഹനം ഓടിക്കുന്ന സമയത്ത് അനുഭവപ്പെടില്ല. പക്ഷേ ഇതിലെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു റൈഡർ ഫുഡ് പാക്കിൻ്റെ പൊസിഷനാണ്. ഒരു ക്രൂസർ ബൈക്കിൻ്റെ അത്രയും ഫ്രണ്ടിലേക്ക് സെറ്റ് ചെയ്തിട്ടില്ല, എന്നാൽ ഒരു സ്ട്രീറ്റ് ബൈക്കിനെ പോലെ, ഒരു സ്ക്രാംബ്ലറിനെ പോലെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂട്ടറിനെ പോലെ മിഡിൽ സെറ്റായിട്ടും അല്ല ഇത് വന്നിരിക്കുന്നത്. അത് രണ്ടുമല്ലാത്ത ഒരു ഭാഗത്തേക്കാണ്. ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് 2 ബുദ്ധിമുട്ടുകൾ എനിക്ക് ഈ വണ്ടിയിൽ ഫീൽ ചെയ്തു. ഒന്നെന്ന് പറയുന്നത്, ഒന്ന് ഓഫ് റോഡ് ഇറങ്ങുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗട്ടർ വന്നാൽ ഒന്ന് എണ്ണീച്ച് നിന്ന് ഓടിക്കണമെന്നുണ്ടെങ്കിലോ ഭയങ്കര അൺകംഫർട്ടബിളായിട്ട് നമുക്ക് വണ്ടിയിൽ ഫീൽ ചെയ്യും. കാരണം ആ ഒരു സ്റ്റാൻഡപ്പ് പൊസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിയേർഡ് പൊസിഷനാണ് ഇതിൽ വരാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു എൽബോസിൻ്റെ അവിടെയും ഷോൾഡറിൻ്റെ അവിടെയൊക്കെ തന്നെ ഒത്തിരി സ്ട്രെസ് നമുക്ക് ഈ വണ്ടിയിൽ എണ്ണീച്ച് നിന്ന് ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യും. പക്ഷേ റോഡ് യൂസിനാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ആ ഒരു കോർണറിങ് ക്ലിയറൻസിനെ അത് ബാധിക്കുന്നുണ്ട്. ഒരു 70+ ഒക്കെ ഇച്ചിരി ടൈറ്റ് കോർണർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുഡ് പാക്ക് റോഡിൽ ആദ്യം തന്നെ ഒരേ തന്നെ ആയിരിക്കും. സോ നമ്മുടെ ആ ഒരു കോർണറിങ് ആംഗിളിനെ അത് ലിമിറ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അത് മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിംഗ് പോസ്ചറിൽ ഈ ഒരു ഫുഡ് പാക്ക് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ആദ്യം പറഞ്ഞ പോലെ ഓൺ റോഡ് യൂസിൽ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ന്യൂട്രൽ സീറ്റിംഗ് പോസ്റ്റാണ്. നമുക്ക് ആംഗിൾസിൽ ഒരിടത്തും തന്നെ ആവശ്യമില്ലാത്ത ഒരു ബെൻഡോ അല്ലെങ്കിൽ സ്ട്രെസ്സോ വരുന്നില്ല. കംപ്ലീറ്റ്ലി ന്യൂട്രലായിട്ടിരുന്ന് നമുക്ക് എത്ര കിലോമീറ്റർ വേണമെങ്കിലും കംഫർട്ടബിളായിട്ട് ഈ ഒരു ബൈക്ക് ഓടിക്കാൻ സാധിക്കുന്നതാണ്. നൗ മൂവിങ് ടുവേർഡ്സ് ബിൽഡ് ക്വാളിറ്റി. TVS ലൈനപ്പിൽ 6R3 കഴിഞ്ഞാൽ ഏറ്റവും നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വാഹനമായിട്ടാണ് TVS Ronin എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു 5300 കിലോമീറ്റർ ഓടിച്ചതിൽ നിന്നും ബിൽഡ് ക്വാളിറ്റിയുടെ ഭാഗത്തു നിന്ന് എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഈ ഒരു വാഹനത്തിൽ നിന്ന് വന്നിട്ടില്ല. പെയിൻറ്റ് ക്വാളിറ്റി കിടിലാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷ് ഈസ് റിയലി നൈസ്. അതായത് ഒരിടത്ത് നമുക്ക് പാർട്സ് ഒന്നും അങ്ങനെ ഇളകി കിടക്കുന്ന സൗണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ റാറ്റിൽ നോയ്സോ അങ്ങനെയുള്ള അൺവാണ്ടഡ് നോയ്സുകൾ ഒന്നും തന്നെ വണ്ടിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ കേട്ടിട്ടില്ല. നെക്സ്റ്റ് ഈസ് സർവീസ് ആൻഡ് മെയിൻ്റനൻസ്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷനും പേടിയും ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണിത്. കാരണം റോണിന് എടുത്തിട്ട് നല്ല സർവീസ് കിട്ടുമോ അല്ലെന്നുണ്ടെങ്കിൽ സ്പെയർ പാർട്സ് അവൈലബിൾ ആയിരിക്കുമോ എന്നുള്ള പേടി ഒത്തിരി ആളുകൾക്കുണ്ട്. അതെന്നോട് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൂടെ സോഷ്യൽ മീഡിയാസിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സർവീസിൻ്റെ കാര്യത്തിൽ എനിക്കിതുവരെ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല, താങ്ക്സ് ടു കോട്ടയം TVS. എൻ്റെ അറിവിൽ കേരളത്തിൽ ഇപ്പോൾ നല്ല ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന 2 ഷോറൂമുകളാണുള്ളത് TVSൻ്റെ. അതിലൊരെണ്ണം കോട്ടയം TVSും മറ്റൊന്ന് കൊച്ചിൻ TVSും ആണ്. ഈ രണ്ടിടത്തും നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രീമിയം പ്രൊഡക്റ്റ് ടെക്നീഷ്യൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് RRൻ്റെയും റോണിൻ്റെയും ടെക്നീഷ്യൻസ്. അപ്പോൾ എന്തായാലും എൻ്റെ വണ്ടി ഇപ്പോൾ സെക്കൻഡ് സർവീസ് ആവുന്നേ ഉള്ളൂ.
അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഫസ്റ്റ് സർവീസിൻ്റെയും ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും റോണിൻ്റെ സർവീസിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, എന്തോരം കോസ്റ്റ് ആവും എന്നുള്ളതിനൊക്കെ പറ്റി. ഏകദേശം എല്ലാ 6000 കിലോമീറ്ററിലുമാണ് റോണിൻ്റെ കമ്പനി റെക്കമെൻഡഡ് സർവീസ് ഇൻ്റർവൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് സർവീസ് നമുക്ക് വരുന്നത് ഒരു 1000 കിലോമീറ്റേഴ്സിലുമാണ്. ഫസ്റ്റ് ഫ്രീ സർവീസിന് എനിക്ക് ഏകദേശം 1000 രൂപ അടുത്താണ് ചിലവ് വന്നിട്ടുള്ളത്. ഒരു പെയ്ഡ് സർവീസ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് 2000 രൂപയ്ക്ക് താഴെ മാത്രമേ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കാനായിട്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് TVS Ronin. ആൻഡ് നൗ കംസ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് ബ്രേക്കിംഗ്. സ്ട്രെയിറ്റ് ലൈനിലായിക്കോട്ടെ കോർണറിലായിക്കോട്ടെ അന്യ സ്റ്റെബിലിറ്റിയാണ് ഈ ഒരു സാധനം കാഴ്ചവെക്കുന്നത്. അത് നമ്മൾ സ്പീഡിൽ പോയാലും സ്ലോയിൽ പോയാലും ഒരേ രീതിയിലുള്ള സ്റ്റേബിൾ പെർഫോമൻസ് ആണ്. താങ്ക്സ് ടു ദിസ് ഷോവ സസ്പെൻഷൻ, ഒരു സ്റ്റിഫ് സസ്പെൻഷൻ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ ആ ഒരു റൈഡ് കംഫർട്ടിൽ ഇതിനെ പറ്റി പറയാതിരുന്നത്. കാരണം ഈ ഒരു വാഹനം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് ഭയങ്കര കംഫർട്ടബിളായിട്ട് എല്ലാ ടെറൈൻസിലൂടെ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാമെന്ന്. അങ്ങനെയല്ല, കൂടുതലും ഒരു ടൂറിങ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഹയർ സ്പീഡ്സിൽ പോകുന്ന സമയത്തേക്ക് മാക്സിമം സ്റ്റെബിലിറ്റി തരിക, കൂടുതൽ സമയം ഈ ഒരു വാഹനത്തിൽ ചിലവഴിക്കുമ്പോഴത്തേക്ക് അധികം ടയർഡ്നെസ് തോന്നാതിരിക്കുക, അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു ഫ്രണ്ട് ആൻഡ് ബാക്ക് സസ്പെൻഷനെ TVS ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബ്രോക്കൺ റോഡ്സിലോട്ടൊക്കെ പോകുന്ന സമയത്തേക്ക് ഇത് കുറച്ച് സ്റ്റിഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതേസമയം ഒരു ഹൈവേ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നല്ല റോഡുകളിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അത്യാവശ്യം സ്പീഡ് കൊടുത്ത് 60-70 കിലോമീറ്ററിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒഴുകി പോകും വണ്ടി. അതായത് നിങ്ങൾക്ക് കൈ പോലും ഹാൻഡിൽ ബാർ വെക്കണമെന്നില്ല. ഒരു ലൈൻ പിടിച്ച് കഴിഞ്ഞാൽ ആ ലൈനിൽ കൂടെ തന്നെ വണ്ടി പോകും, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകില്ല. സോ അത്രയ്ക്ക് നല്ല സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സസ്പെൻഷനാണ് ഇതിലുള്ളത്. പിന്നെ ഒരുപാടങ്ങ് സ്റ്റിഫൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അത്യാവശ്യം ഈ വണ്ടിക്ക് വേണ്ട കംഫർട്ടൊക്കെ തന്നെ ഈ ഒരു സസ്പെൻഷൻ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ഇനി ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. അല്ലാണ്ട് ഒരു എക്സലൻറ്റ് ബ്രേക്കിംഗ് അല്ലെന്നുണ്ടെങ്കിൽ മാരക ബ്രേക്കിംഗ് പെർഫോമൻസ് എന്നൊന്നും എനിക്ക് പറയാനില്ല. ഈ ഒരു ബൈക്കിൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് ഇതിനെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റുന്ന രീതിക്കുള്ള ബ്രേക്കിംഗ് സെറ്റപ്പാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു മിഡിൽ വേരിയൻ്റ് എന്ന് പറയുന്നത് സിംഗിൾ ചാനൽ ABS ആണ്. നമുക്ക് ബേസ് വേരിയൻറ്റും സിംഗിൾ ചാനൽ ABS ആണ്. ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഡ്യുവൽ ചാനൽ വരുന്നത്. അപ്പോൾ ആരെങ്കിലും ഇത് വാങ്ങാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ടോപ്പ് തന്നെ നിങ്ങൾ എടുക്കുക, ഡ്യുവൽ ചാനൽ തന്നെ നിങ്ങൾ എടുക്കുക. സിംഗിൾ പൈസയുടെ പേരിൽ നിങ്ങൾ ആ ഒരു സേഫ്റ്റി ഏരിയ റിസ്ക് ചെയ്യാൻ പോകരുത്. ഞാൻ പിന്നെ ഇതെടുത്ത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം വന്നേക്കാം. അതിനൊരു ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നത് ABS പോലും ഇല്ലാത്തൊരു മോട്ടോർ സൈക്കിളായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ സ്കിൽസ് അത്യാവശ്യം ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ABS ഉള്ള വണ്ടി ആയാലും ABS ഇല്ലാത്ത വണ്ടിയാണല്ലോ അതിനെ എഫിഷ്യൻ്റായിട്ട് ബ്രേക്ക് പിടിച്ച് നിർത്താം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുള്ളതുകൊണ്ടാണ് ABS വക വെക്കാണ്ട് ഞാൻ ഈ സിംഗിൾ ചാനലിലേക്ക് തന്നെ പോയത്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ആരെങ്കിലും വാങ്ങാൻ നിൽക്കുന്നവർ ഡ്യുവൽ തന്നെ എടുക്കുക. മികച്ച ഹാൻഡ്ലിങ്ങിനും ബ്രേക്കിനും വേണ്ടിയിട്ടുള്ള മറ്റൊരു ഘടകമാണ് വാഹനത്തിൻ്റെ ടയർ എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ ഓടിച്ചിട്ടുള്ള വണ്ടികൾ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോക്ക് ടയേഴ്സ് തരുന്നത് TVS ആണ്. അപ്പോൾ റോണിൻ്റെ കാര്യത്തിലും അവർ അത് തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് TVSൻ്റെ എക്സ്പ്ലോർ എന്ന് പറയുന്ന ഒരു നൈലോൺ ഡ്യുവൽ പർപ്പസ് ടയറാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗ്രിപ്പ് പാറ്റേൺസ് കാണുമ്പം അത് ഈ വണ്ടിക്ക് നല്ല രീതിക്ക് ചേരുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു സ്ക്രാംബ്ലറിഷ് ലുക്ക് വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ പെർഫോമൻസ് ആണ് തന്നെ അതിലുപരി ഞെട്ടിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഓൺ റോഡ് ആയിക്കോട്ടെ ഓഫ് റോഡ് ആയിക്കോട്ടെ വെറ്റിലും ഡ്രൈയിലും ഒരേ ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് ഈ ഒരു ടയറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അതായത് നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഈ പറഞ്ഞ ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും വണ്ടിയെ ഓടിക്കാൻ സാധിക്കും. പോരാത്തതിന് കോർണറിങ്ങിലും അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 5300 കിലോമീറ്റർ ഓടിയതിൽ നിന്നും നിങ്ങൾക്ക് ഈ ടയർ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ലൈഫ് മനസ്സിലാക്കാവുന്നതാണ്. ഇനിയും ഒരുപാട് ലൈഫ് ഇതിൽ ബാക്കിയുണ്ട്. അപ്പം എത്ര വരെ ഓടും എന്നുള്ളത് നമുക്കിനിയും കാത്തിരുന്ന് കാണാം. ഇനി പബ്ലിക് റിയാക്ഷൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി പലയിടത്തും കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇതിലെ സംശയത്തോടെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. TVSൻ്റെ ബൈക്കോ ബുള്ളറ്റ് പോലെ ഉണ്ടല്ലോ എന്നിങ്ങനെയുള്ള കമൻറ്റും ഒരുപാട് കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ബൈക്കിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ട് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അവസാനമായിട്ട് എല്ലാം കൂടെ ഞാൻ ഒന്ന് സമ്മപ്പ് ചെയ്ത് തരാം. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് സിമ്പിളറായിരിക്കും. അതിന് മുമ്പ് ഈ ഒരു എഞ്ചിനെ പറ്റിയിട്ട് ഞാൻ പറയാം. എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ എഞ്ചിനാണ്. പക്ഷേ അത് ഞാൻ പറയാൻ മറന്നുപോയി. എന്തായാലും ഇപ്പോൾ അത് പറഞ്ഞുതരാം. ഹീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ മറന്നേക്കുക. കാരണം ഓവർ ഹീറ്റായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേ അല്ല ഈ ഒരു എഞ്ചിൻ വന്നിരിക്കുന്നത്. പോരാത്തതിന് നല്ല ടോർക്കി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഈ ഒരു വാഹനത്തെ ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ പവർ ഡെലിവറിയും കാര്യങ്ങളും എല്ലാം വരുന്നത്. നല്ല റിഫൈൻഡ് എന്ന് പറഞ്ഞാൽ നല്ല റിഫൈൻഡാണ്. ഞാൻ ജാപ്പനീസ് ബൈക്കുകളോടൊപ്പം തന്നെ നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ റിഫൈൻമെൻറ്റുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ അത്ര ഒരു പെർഫെക്റ്റ് എഞ്ചിൻ ഞാൻ പറയില്ല. കാരണം ടോപ്പ് എൻഡിൽ ഇതിന് കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 45 മുതൽ ഒരു 95 അല്ലെങ്കിൽ ഒരു 90 km/h വരെയാണ് ഈ ഒരു എഞ്ചിൻ്റെ ഏറ്റവും നല്ല സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. കാരണം 90 മേളിലേക്ക് നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈവേസിൽ പുഷ് ചെയ്യാം. പക്ഷേ 90 വരെയാണ് ഇത് വളരെ കാമായിട്ട് വളരെ എൻജോയ് ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റിയ സ്പീഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മൈലേജ് ആണെങ്കിലും അതുപോലെ തന്നെയാണ്. പിന്നീടാണ് സൗണ്ട്. അതായത് ഈ പറഞ്ഞ സ്പീഡ് റീജിയൻസിൽ
വളരെ വളരെ എൻജോയ് ചെയ്ത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഓടിക്കാൻ സാധിക്കും. ഈ സ്പീഡ്സ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ യങ്സ്റ്റേഴ്സിന് അത്ര ഇമ്പ്രസീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് കൂടുതലും മെച്യൂർഡ് റൈഡേഴ്സിന് വേണ്ടി തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഈ ഒരു വാഹനം നിങ്ങളൊരു 10, 18 മുതൽ 20, 22 വയസ്സ് വരെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളേജിൽ കൂട്ടുകാരുടെ അടുത്തുനിന്ന് ഷോ കാണിക്കാനല്ലെന്നുണ്ടെങ്കിൽ 4 പേര് നിങ്ങളുടെ വണ്ടിയെ നോക്കി മോനെ എപ്പോഴും ഈ വണ്ടിയാണോ നിൻ്റെ അങ്ങനെയൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അതിന് നിങ്ങൾക്ക് ഒരുപാട് സ്പോർട്സ് മോഡൽസ് ഇപ്പം മാർക്കറ്റ് ലെവലാണ്. ഈവൻ TVSൻ്റെ തന്നെ 6 അവൈലബിൾ ആണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇച്ചിരി സെറ്റിലായിട്ടുള്ള ആളുകൾ അല്ലെന്നുണ്ടെങ്കിൽ റൈഡിങ്ങിനെ കുറച്ചുകൂടെ പാഷനേറ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ലോങ് ടൂറിങ് ഇതിൽ നടത്താം, നിങ്ങളുടെ ഫാമിലി യൂസ് ഇതിൽ നടക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ എവറി ഡേ സിറ്റി കമ്മ്യൂട്ട്സും ഇതിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ നടക്കും. കൂടെ ഇത് നല്ല എഫിഷ്യൻറ്റുമാണ്, നല്ല ഒരു ക്വാളിറ്റിയും ഓഫർ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് TVS റോണിനെ പറ്റിയിട്ട് എനിക്ക് സമ്മപ്പ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. സോ ഇത്തരം കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എടുക്കാൻ സാധിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് TVS റോണിൻ. അപ്പം 5300 കിലോമീറ്ററേ ആയിട്ടുള്ളൂ. ഇതൊരു ഇനിഷ്യൽ റിവ്യൂ ആണ്, ഒരു യൂസർ സൈഡ് റിവ്യൂ. എന്നോട് ഒരുപാട് പേര് നമ്മൾ യൂട്യൂബിൽ എന്ത് പോസ്റ്റ് ചെയ്താലും അതിൻ്റെ അടിയിൽ വന്നിട്ട് ബ്രോ റോണിൻ്റെ വീഡിയോ എവിടെ, റോണിൻ്റെ വീഡിയോ എവിടെ എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. സോ ഗൈസ്, നിങ്ങൾക്കാണ് ഈ ഒരു വീഡിയോ, നിങ്ങളുടെ ആ ഒരു അർജൻസി ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ 5300 ഓടിയപ്പോഴത്തേക്ക് ഈ ഒരു റിവ്യൂ ചെയ്യുന്നതും. അപ്പം ഇത്രയും കിലോമീറ്റർ ഇത്രയും കാലം ഈ ഒരു വാഹനം ഉപയോഗിച്ച ആളെന്ന് നിലയ്ക്ക് ഞാൻ 100% ഈ ഒരു വാഹനത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എന്ത് ഉദ്ദേശിച്ചാണോ ഈ ഒരു വാഹനം എടുത്തിരിക്കുന്നത് അത് തന്നെ ഇതെനിക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട്. ഒരിടത്ത് പോലും ഇതെന്നെ അങ്ങനെ നിരാശപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. ഇനിയും ഇത് വെച്ചിട്ട് ഒരുപാട് യാത്രകൾ നമ്മളുടെ പ്ലാനിങ്ങിലുണ്ട്. അപ്പം ഇനിയും വരുന്ന റോണിൻ്റെ ക്യാച്ചപ്പ് വീഡിയോസും നമ്മുടെ ചാനലിൽ ഒരുപാട് വരുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സർവീസ് വീഡിയോ ആയിരിക്കും. കാരണം ഇതിപ്പം 5300 6000-ലാണ് സെക്കൻഡ് സർവീസ്. സോ സെക്കൻഡ് സർവീസിൻ്റെ വീഡിയോ ഉണ്ടാവും. ആ സെക്കൻഡ് സർവീസ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അതൊക്കെ കാണണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. കാരണം നോട്ടിഫിക്കേഷൻ എനേബിൾഡ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നോട്ടിഫിക്കേഷൻസ് വരില്ല യൂട്യൂബിൽ നിന്നുള്ളത്. സോ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. അതുപോലെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റോണിനെ പറ്റിയിട്ടുള്ള ഇങ്ങനെ ഡീറ്റെയിൽഡ് കാര്യങ്ങളല്ലാണ്ട് പെട്ടെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, സ്റ്റോറി ആയിട്ടും റീൽസ് ആയിട്ടും ഒക്കെ. അപ്പോൾ അതും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അവിടെയും കൂടെ നമ്മളൊന്ന് ഫോളോ ചെയ്തേക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പം ഒരു 18,000 ഫോളോവേഴ്സ് ആയിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അവിടെ വരെ എത്തിയിരിക്കുന്നത്. ഈ ഒരു ഫാമിലിയെ നമുക്ക് ഇനിയും ഒരുപാട് വലുതായിട്ട് വളർത്തേണ്ടതുണ്ട്. അപ്പം അതിന് നമ്മുടെ കൂടെ തന്നെ നിങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു TVS റോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ഇനിഷ്യൽ റിവ്യൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഫോളോ പരിപാടികളെല്ലാം കൂടെ ഒന്ന് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഔട്ട്.